കഴിഞ്ഞ 24 മണിക്കൂറായി തമിഴ്നാടിനെ നടുക്ക് നിർത്തുന്ന കരൂർ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചർച്ച. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം, പ്രതീക്ഷിച്ചതിലും 10 മടങ്ങ് ജനക്കൂട്ടം, 40 പേരുടെ ദാരുണമായ മരണം, നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ. TVK എന്ന പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ പരീക്ഷണം തന്നെ ഒരു വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ്. സിനിമയിലെ താരശോഭയുമായി രാഷ്ട്രീയത്തിലേക്കെത്തിയ വിജയ്ക്ക് നേരെ സ്വാഭാവികമായും വലിയ ചോദ്യങ്ങളാണ് ഇന്ന് ഉയരുന്നത്. ഒരു തവണ തീരുമാനമെടുത്താൽ എൻ്റെ വാക്ക് പോലും ഞാൻ കേൾക്കില്ല എന്ന വിജയുടെ സിനിമയിലെ തീപ്പൊരി ഡയലോഗ് കയ്യടി നേടിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ ജീവനും സുരക്ഷയും കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ കാണിക്കുന്ന മെയ്വഴക്കം പോരാ. കൃത്യമായ ആസൂത്രണവും കരുതലും ഭരണപരമായ മാസ്റ്റർ ബുദ്ധിയുമാണ് വേണ്ടത്. ഇന്ന് തമിഴ്നാട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇതാണ്: ഒരു ചെറിയ റാലി പോലും സുരക്ഷിതമായി സംഘടിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരാൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രവും സങ്കീർണമായ വിഷയങ്ങളുമുള്ള തമിഴ്നാട് രാഷ്ട്രീയം എങ്ങനെ ഭരിക്കാൻ കഴിയും? രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി സ്റ്റാലിനും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ നേരിട്ട് നേതൃത്വം നൽകുമ്പോൾ ദുരന്ത ഭൂമിയിൽ നിന്നും പറന്നുപോയ വിജയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. TVK പ്രാദേശിക നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യം നിലനിൽക്കെ ലിയോയെ ഒരു രാഷ്ട്രീയ രക്തസാക്ഷിയാക്കാതിരിക്കാൻ അതീവ ജാഗ്രതയിലാണ് പോലീസ്. ഇന്നത്തെ ചർച്ചയിൽ സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പുകൾ എവിടമായിരുന്നു? ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്യാനുള്ള ഈ പരാജയം TVKയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കും? തമിഴ്നാട് രാഷ്ട്രീയം ഇനി എങ്ങോട്ട്? ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും.